അപ്പോൾ ദേ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദേ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഹായ് ബ്രോ. ഒരു ഏകദേശം 2 മാസം 1.5 മാസം മേളിലായി ഗൈസ്. അങ്ങനെ 2 മാസത്തിൻ്റെ ശേഷം വൈശാഖ റോഡ് റൈഡ് ഏകദേശം 2 മാസമായി. അങ്ങനെ 4 മണി കഴിഞ്ഞപ്പം നമ്മൾ കുളമാവ് ഡാം ക്രോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആക്ച്വലി ഡാമിൻ്റെ ഇവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല. പക്ഷെ നമ്മളിങ്ങനെ ചവിട്ടി പോകണതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതേ സമയം 4:15 കഴിഞ്ഞപ്പോൾ നമ്മൾ കുളമാവ് എത്തി കേട്ടോ. ഏകദേശം 66 കിലോമീറ്റർ. അപ്പോൾ ഇത് ഇവിടെ വ്യൂ പോയിൻ്റ് കേട്ടോ ഡാമിൻ്റെ. ഒന്നും കാണാൻ പറ്റിയല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടപ്പോൾ തിക്ക് ഫോറസ്റ്റ് അല്ലേ. ഇനി ആനയും പുലിയൊക്കെ ഉള്ള തിക്ക് ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. പോയേക്കാം. അങ്ങനെ ഗൈസ് നമുക്ക് കുളമാവ് വെച്ച് പഞ്ചർ കിട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ പഞ്ചർ അടിച്ചു കേട്ടോ. മിനിങ്ങാന്തൊരു പഞ്ചർ കിട്ടിയായിരുന്നു. അത് പിന്നെ ഹൈബ്രിഡിലായിരുന്നു. പഞ്ചർ സ്ഥിരമല്ലേ ഇതില്? എത്രാമത്തെ പഞ്ചറാ ബ്രോ ഇത്? 10 കഴിഞ്ഞിട്ടുണ്ട്. ഓ വളരെ കുറവ്. എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലെന്ന്. അതെ അതെ. അപ്പോൾ സമയം 4:30 ആയല്ലേ വെളുപ്പിനെ 4:30. അതെ ഇടുക്കി കുളമാവ്. അതെ ഹോട്ടൽ പറഞ്ഞിറങ്ങി ഒരു ചായയെല്ലാം ഇടിക്കാറുണ്ടല്ലേ. മഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ. ആന എന്താ കഴിക്കുന്നത്? ആന റോഡോ? ആന റോഡ് മുറിച്ച് കിടക്കാൻ. ആന റോഡിന്ന് മേളിൽ ഒരു വരി എഴുതിയേക്കുക. ആന റോഡ്. ഈ വഴി ഇങ്ങനെ ഇറക്കം കയറ്റം. എൻ്റെ മുന്നേ കളറ് നല്ല ചുമല കളറ്. സൺറൈസ് കളറാണ് ഗ്യാസ്. ഫുള്ള് നല്ല അടിപൊളി ചുമല കളർ കേട്ടോ. അത് കാണാൻ പറ്റണ ഒരു ലൊക്കേഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. പൊളി. അയ്യോ. അപ്പോൾ ഇത് ചെറിയൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തി കേട്ടോ. അപ്പം ഇവിടെ കാര്യം പറയാൻ നമ്മുടെ ആ ഒരു നല്ല സൺറൈസിൻ്റെ വ്യൂ കുറച്ച് ബ്ലോക്ക് ചെയ്തേക്കോട്ടെ ഈ മരങ്ങളൊക്കെ വന്നിട്ട്. ഓ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായല്ലേ. പക്ഷെ എല്ലാ ഒരു വ്യൂ ബ്ലോക്ക് ചെയ്തേക്കും അല്ലേ. ചോട്ടി കിട്ടുമല്ലേ. എന്ത് കളറാണ്? നമ്മൾ ഇത്രയും നേരം ഡൗൺ ഹില്ല് പതിയെ ചെയ്തല്ലേ. മറ്റേ ഓരോ വളവ് തിരിയുമ്പോഴും ആനയുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഇപ്പൊ പിന്നെ വെട്ടം വീണുകൊണ്ട് കുറച്ച് കാണാം. നമുക്കും കാണാമല്ലോ വളവ് തിരിഞ്ഞ് വരുമ്പോൾ. മറ്റേന്ന് ഓരോ വളവ് തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും കാണത്തുമില്ല. അപ്പോൾ ഇത് ഇത്രയും മേളിൽ വന്നിട്ട് ആ ഒരു സൺറൈസും അതിൻ്റെ കളറൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഏറ്റവും ആദ്യമൊരു റെഡ് കളർ കേട്ടോ. നല്ല റെഡ് കളർ. അത് കഴിയുമ്പോഴത്തേനും പയ്യൊരു ഓറഞ്ചായി. നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ടൈമിലാട്ടോ ഏകദേശം ഒരു 1-2 മിനിറ്റിലൊക്കെയാണ് ഈ ഒരു കളറ് മാറി വന്നത്. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. പക്ഷേ നമുക്ക് കുറച്ച് കിലോമീറ്റർ കവർ ചെയ്യാനുള്ളതുകൊണ്ട് കീപ്പ് പെഡലിങ്. നമ്മളിപ്പോൾ നേരെ നോക്കുവാണെങ്കിൽ ആ ഒരു കളർ ഉണ്ടോ. ഇവിടെ നോക്കുവാണെങ്കിൽ അവിടെ എന്തോ എന്നാ പറയുന്നത് തീ കത്തി നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് കേട്ടോ. അതുപോലെയാണ് കളറ്.
ഇടുക്കി 7 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ കുടിക്കാൻ പോകുന്നു ഗൈസ്. ചായ ഉണ്ടോ? ഉണ്ടല്ലേ. ആ പൊറോട്ട വല്ലതും ആയിട്ടുണ്ടോ ചേട്ടാ? ആവുന്നേ ഉള്ളൂ. അങ്ങനെ അതേ നമ്മൾ പൈനാവെത്തി. ഒരു ചെറിയ ചായ ബ്രേക്ക് ആട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ചെറുതോണി പോവാണ്. അതുകൊണ്ട് ഈ കിടക്കുന്ന വഴി. ഹേ വാട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് റൈഡായിട്ട് ഇറങ്ങിയേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം മെറിഡേ ഉണ്ട്, അതുപോലെ തന്നെ ട്രെക്കുണ്ട് വിത്ത് അവർ വൈശാഖ് ബ്രോ. അപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞാൽ വീണ്ടും ബ്രോയുടെ കൂടി ഒരു ലോങ് റൈഡ് പിടിച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇടുക്കിക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് തന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ നേരത്തെ ഈ ഒരു സ്പോട്ടിൽ എത്തണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമുക്ക് ഓൺ ദ വേ ഒരു ചെറിയ പഞ്ചറൊക്കെ കിട്ടി, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ബ്രോ നമ്മൾ എങ്ങോട്ടാണ് പോകണേ? കല്യാണത്തണ്ട്. അപ്പോൾ നമ്മൾ കല്യാണത്തണ്ടിനാണ് പോണത്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നീലക്കുറിഞ്ഞി സ്പോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ സംഭവം ഉണ്ടോ ബ്രോ? ഉണ്ടെന്നാണ് നമ്മുടെ ജിയോ ബ്രോ പറയുന്നത്. അപ്പം അതെ നമ്മുടെ ഒരു ഇടുക്കിക്കാരൻ പറഞ്ഞത് അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ, കുറച്ച് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അത്രയില്ല. നമ്മുടെ നാഷണൽ പാർക്കിൽ കാണുന്ന അത്രയൊന്നുമില്ല. എന്നാലും കുറച്ചൊന്ന് കണ്ട് ഒന്ന് സ്പോട്ട് ചെയ്ത് നീലക്കുറിഞ്ഞൊക്കെ കണ്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ റൈഡിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7 മണിയാവുന്നു. നമ്മളൊരു 85 കിലോമീറ്റർ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 110 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ ചെറുതോണിയിലേക്ക് പോകല്ലേ. അവിടെ ചെന്ന് നമ്മൾ ജിയോ ബ്രോനെ മീറ്റ് ചെയ്യുന്നു. ഇന്ന് ലീവ് എടുക്കാന്നേ. ഹായ് ബ്രോ, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? മോർണിംഗ് റൈഡ് വരുന്ന റൂട്ടാണത്. അയ്യോ, അത് ജിയോ ബ്രോയുടെ വീട്ടിൽ പോയി കഴിക്കാന്നാ വൈശാഖ് ബ്രോ പറഞ്ഞേ. എവിടെയാ സ്ഥലം? എവിടെ വീട്? കരിമ്പനോ? കരിമ്പൻ. ഇതല്ലേ മറ്റേ അന്ന് മറ്റേ ആ പാലല്ലേ? ഈ പാലം പണിയുന്ന സമയത്ത് ഞാൻ വന്നായിരുന്നു. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. 2 മാസമാണോ വന്നിരിക്കുന്നത്? ഓക്കെ ബൈ. ചോട്ടല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ജിയോ ബ്രോയുടെ ബൈ ഒക്കെ പറഞ്ഞ് വീണ്ടും കാൽവരി മൗണ്ട് റൂട്ടിൽ ചവിട്ടും കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക്. അതുകൊണ്ട് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പേരറിയില്ല ഗൈസ്. ഇപ്പോൾ കുറച്ച് മഴ കുറവുള്ളതുകൊണ്ടാണ്. എന്താണേലും മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്ന സ്പോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പകുതി വ്യൂ ഈ ഒരു ടവർ വന്നിട്ട് ബ്ലോക്ക് ചെയ്തേക്കും കേട്ടോ. എന്നാലും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇടുക്കി ടു കട്ടപ്പന റൂട്ടിൽ ഒരു 10 കിലോമീറ്റർ സ്ട്രേറ്റ് ക്ലൈംബ് ആയിരുന്നു കേട്ടോ. ആ ഒരു ക്ലൈംബ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഒരു ഇറക്കമാണിത്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ ഏതാണ് കാൽവരി മൗണ്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ഇപ്പോൾ കാൽവരി മൗണ്ട് കയറുന്നില്ല.
ജോബിൻ ജോയ് ഹായ്. അപ്പോൾ നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് നിർമ്മല സിറ്റി, ആ ഒരു ചെറിയ ടൗണൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കഴിയുമ്പോഴത്തേന് എന്താ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം, ഒരു ആർച്ചൊക്കെ ഇട്ടിട്ട് ഒരു കോൺക്രീറ്റ് വഴി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലൈമ്പാണ് നമ്മളിനി കയറേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് എന്തോരം പോകാമെന്ന് അറിയില്ല, എന്താണേലും പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി. ഈ ഒരു വീട്ടിൽ കയറ്റി വണ്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ മീറ്റ് മിസ്റ്റർ ജോബിൻ ജോയ് ഫ്രം കട്ടപ്പനയല്ലേ? ഓക്കെ. നമ്മൾ കുറച്ചിങ്ങ് കയറി വരുമ്പോഴത്തേനും പിന്നെ ഓഫ് റോഡാട്ടോ. നമ്മൾ വെറുതെ റോഡ് ബൈക്കിന് വീണ്ടും പഞ്ചർ കിട്ടണ്ടെന്ന് വിചാരിച്ചു റോഡ് ബൈക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും കയറി വരുമ്പോഴത്തേനും ഒരു റൈറ്റും ഒരു ലെഫ്റ്റും ഉണ്ടാവും. റൈറ്റാണ് മെയിൻ വഴി, വ്യൂ പോയിൻ്റ് ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ നടപ്പാത പോലെ കാണാം. അപ്പോൾ നമ്മൾ ഈ റൂട്ട് കേട്ടോ കയറണ്ടേ. എൻ്റെ വന്നെ ഇടുക്കി ഡാം റിസർവോയർ വ്യൂ, ജാതി വ്യൂ അല്ലേ. ചെറിയൊരു കാൽവരിയുമുണ്ടല്ലേ ബ്രോ? അതുപോലെ തന്നെ. ഇങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തി കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തിക്കായിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലോ കേട്ടോ. ഈ ഒരു കുന്ന് ഫുള്ള് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ബ്രോ കുറച്ചുകൂടെ അങ്ങ് മാറുമ്പോൾ ഉണ്ട് കേട്ടോ. താഴത്തേക്കൊക്കെ ഉണ്ടല്ലേ. അത് കൊള്ളാം. ആൾക്കാർ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലാണ് ഉണ്ടായി നിൽക്കുന്നത്. അതെ അതെ ശരി കേട്ടോ. ഈവൻ ഞങ്ങളിങ്ങ് വന്നപ്പോൾ തന്നെ ആൾക്കാർ പറിച്ചുകൊണ്ടൊക്കെ പോകണുണ്ട് കേട്ടോ. പ്ലീസ് നെവർ ഡു ദാറ്റ്. ഓക്കെ. അതെ അവിടെ അല്ലേ ടണൽ വരുന്നത്, ടണൽ വരുന്നത് ആ ചെളിവെള്ളം അല്ലേ. അവിടെ ആൾക്കാർ ഇത് മീൻ പിടിക്കുന്നുണ്ട് ബ്രോ, കണ്ടോ? വലയെറിയുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് പിന്നെ മീനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൂടെ കുരിശുകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു കുരിശുമലയും കൂടെയാണ്, 12ാം സ്ഥലം. ഈ കുരിശുമലയുടെ പേരെന്നാ ജോനെ? നിർമ്മല സിറ്റി. നിർമ്മല സിറ്റി കുരിശുമല. അവിടുത്തെ പള്ളിയുടെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ ഏറ്റവും അടുത്ത ടൗൺ നിർമ്മല സിറ്റി അല്ലേ. കയറി തിരിഞ്ഞു വന്നല്ലേ. അപ്പോൾ 14ാം കുരിശ് അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അതല്ലായിരുന്നു ടോപ്പ്, ഇതല്ലേ ടോപ്പ് പോയിൻറ്റ്. യെസ്. അപ്പോൾ ഇവിടെ ഇതാട്ടോ ഫൈനൽ കുരിശ്. വാവ്. അതുകൊണ്ട് അവിടെ ഒക്കെ നോക്കി കാണാം. ആ ഒരു സ്ലോപ്പിലൊക്കെ ഉണ്ട് കേട്ടോ നീലക്കുറിഞ്ഞി. അതുപോലെ നമ്മൾ കയറി വന്നാണേലും ആ ഒരു സ്ലോപ്പിലാണ് നിൽക്കുന്നത്, എല്ലാം താഴത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് പോയിന്റിലെത്തിയിട്ട് നോക്കുവാണെങ്കിൽ അതൊക്കെ ഒരു കല്യാണത്തണ്ടിൻ്റെ ഭാഗം കേട്ടോ. അവിടെയാണ് നമ്മുടെ ഒരു കറങ്ങുന്ന ഒരു ബിൽഡിംഗ് ഒക്കെ വരുന്നത്. പിന്നെ അങ്ങ് ദൂരെ നോക്കുവാണെങ്കിൽ കാണുന്നതാണ് കട്ടപ്പന സിറ്റി അല്ലേ, ടൗൺ. ഓക്കെ. പിന്നെ ഇപ്പുറത്തേക്ക് വരുന്നത് വെള്ളയാംകുടി, ആ ഒരു കുറച്ച് ബിൽഡിംഗ് ഒക്കെ കാണുന്നത്. അപ്പം അങ്ങോട്ട് ഇവിടെ നൈറ്റ് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. മറ്റേ ലൈറ്റൊക്കെ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ പോകുന്ന റോഡ്. ഓ അതിലാണ് നമ്മൾ വന്നേ. അങ്ങോട്ടാണ് പോകുന്നത്. കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി അല്ലേ. ഓക്കെ, മനസ്സിലായി. അങ്ങനെ നമ്മളെ മലയുടെ മേളിൽ ഇങ്ങനൊരു കല്ല് സ്പോട്ട് കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഡേഞ്ചറാണ്, ആരും ഇങ്ങനെ വന്ന് ഇരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നൈസാണ്, അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ നീലക്കുറിഞ്ഞൊക്കെ കാണാം കേട്ടോ. അങ്ങേ സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടൊക്കെ ആ ഒരു പ്രദേശത്ത് കാണാം. അതെ അതെ. അങ്ങനെ ഞാനും ജോബിനും കൂടെ താഴത്തൊരു കുറച്ച് തിക്കായിട്ട് കാണുന്ന അവിടെ ഒന്ന് പോകാൻ പറ്റുമോ നോക്കുക കേട്ടോ. നമ്മൾ വൈശാഖനെ നോക്കിയിട്ട് കാണുന്നില്ല. പുള്ളി എന്താ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് പോയായിരുന്നു. പുള്ളി ആ വഴിക്ക് എങ്ങോട്ടോ പോയി കേട്ടോ. വഴിയുണ്ടോടാ അതോ അങ്ങനെ ചാടി പോകാല്ലേ തന്നെ അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഈ കളറ്. നല്ല വെയിലത്താണെങ്കിൽ ഇത്രയും കളർ തോന്നത്തില്ലല്ലേ.
ഇപ്പോൾ ഒരു ലൂമിനസെൻസ് എഫക്റ്റ് ഉള്ള പോലെ ഇച്ചിരി തിളങ്ങി നിൽക്കണ പോലെ ഉണ്ട്. ആ അപ്പോൾ നമ്മളെ ടോപ്പിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതിലിങ്ങനെ ചുറ്റിക്കറങ്ങി ഫൈനലി വി ഹാവ് റീച്ച്. അവിടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മള് ഇറങ്ങാൻ പോകട്ടെ, മല ഇറങ്ങാൻ പോവാണ്. വിലക്കുറഞ്ഞൊക്കെ കണ്ടു, തിരിച്ചിറങ്ങുവാണ്. ഇറങ്ങാൻ തോന്നുന്നില്ലല്ലേ? നല്ല ഒരു വ്യൂ. ഇന്ന് കുറച്ച് വെയിൽ കുറവുണ്ട് കേട്ടോ, അതിൻ്റെ ഉണ്ട്. ഈ സമയത്ത് തന്നെ കാറ്റല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ ജോബിൻ കട്ടപ്പന റൂട്ട് പോവും, ഞങ്ങൾ ചെറുതോണി റൂട്ട് അങ്ങോട്ട് പോവും. നല്ല വെയിലാണ്, സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക്. ജോബിന് 18 കിലോമീറ്റർ ഓട്ടിയാൽ നമുക്ക് 100 കിലോമീറ്റർ കട്ട വെയിലുണ്ട്. അപ്പോൾ ജോബിൻ എന്താ പറയുന്നത് ബ്രോ ജോബിനോട്? ഒരുപാട് സന്തോഷം. ജോബിൻ വന്ന് പോസ്റ്റ് കൊടുത്ത്, ജോബിൻ ഫോട്ടോഗ്രാഫറായി, വീഡിയോഗ്രാഫറായി, ജോബിനുള്ള മലയെല്ലാം കയറ്റിച്ച് സ്വന്തമാക്കി. അതെ അതെ, പുല്ല് വരണ്ടായിരുന്നത്. എനിവേ താങ്ക്സ് ബ്രോ. അപ്പം അടുത്ത റൈഡിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പെയ്തിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച ഒരു മഴ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ പെയ്യുന്നത്. നമ്മൾ അത് പൈനാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇടുക്കി നാടുകാണിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി മഴ, നല്ല കീച്ച് വൈബാട്ടാ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് മഴ നിന്ന് പെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലത്ത് നല്ല കോടയുണ്ട്. എന്താണല്ലോ ഇനി കോട വൈബ്. അപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ നമ്മുടെ വൈശാ ബ്രോനെ മീറ്റ് ചെയ്ത ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ബ്രോ ഇവിടുന്ന് പിരിയുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 200 കിലോമീറ്റർ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വാച്ചൊക്കെ ഏകദേശം ഡെഡായി. അപ്പോൾ നമ്മൾ സ്ട്രാവയിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ ബ്രോ ഇവിടുന്ന് വീട്ടിലേക്ക് പോകും. എനിക്കിനി ഏകദേശം 20 കിലോമീറ്റർ കൂത്താട്ടുള്ള റൂട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ബ്രോ അണ്ടിൽ നെക്സ്റ്റ് റൈഡ്. ഓക്കെ.